പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉറപ്പിക്കാനും ബലപ്പെടുത്താനും ക്രമപ്പെടുത്താനും അങ്ങേ കൂടെ നിർത്താനും ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. സ്വർഗത്തിന്റെ നിറസാന്നിധ്യത്തില്, സ്വർഗത്തിന്റെ ശക്തമായ സംരക്ഷണത്തില് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവെ, അങ്ങയുടെ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തിന്റെ ശക്തി അനുഭവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തില്, യോസേപ്പിതാവിന്റെ സാന്നിധ്യത്തില്, സ്വർഗത്തിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേക ശക്തി ഞങ്ങൾ വ്യാപരിക്കട്ടെ. കർത്താവേ, അതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ മക്കളോടും എല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുമ്പോ നമുക്കൊന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. ജോഷുവയുടെ കർത്താവ് പറയുന്നുണ്ട്, 1:5 ജോഷുവ, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ദൈവം ഇന്നും നമ്മോട് ഓരോരുത്തരോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇനി അതിന് നീ ചെയ്യേണ്ട കാര്യമുണ്ട്. ജോഷുവയിലൂടെ കർത്താവ് പറയാണ്, ജോഷുവ 1:7 പറയാണ്, എന്റെ ദാസൻ മോശയിലൂടെ നൽകപ്പെട്ട വചനങ്ങള് നിയമങ്ങള് അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യാം. എന്താ പറയാ, അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും. എന്താ പറയാ, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അങ്ങനെ കർത്താവിന്റെ കൽപ്പനകളും വചനങ്ങളും പാലിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജോഷുവ, നീ എന്നെ നിന്റെ കൂടെ നിർത്തണം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ് ഇത്. കൽപ്പനകൾ പാലിച്ച് ഇടം വലം വ്യതിചലിക്കാതെ വചനത്തിൽ നിയമത്തിൽ ജീവിച്ച് തമ്പുരാനെ കൂടെ നിർത്തിയാൽ ദൈവം നമ്മുടെ ജീവിതത്തില് അതിശക്തമായിട്ട് ഇടപെട്ടിരിക്കും. ഇതാണ് ജോഷുവ നമുക്ക് നൽകുന്ന വലിയ പാഠം. പിന്നീട് അങ്ങോട്ട് നോക്കിയേ, ഈ ജോഷുവയുടെ കൂടെ ഒത്തിരി യുദ്ധങ്ങൾ കാനാനിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചിട്ട് യുദ്ധങ്ങളുടെ പെരുമഴയാ. ഓരോ യുദ്ധത്തിലും കർത്താവ് ഈ ജോഷുവയ്ക്ക് വിജയം. കർത്താവ് ജോഷുവോട് പറയാ, ഞാൻ അവരെ നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു, നീ അവരെ പേടിക്കണ്ട, ഞാൻ ഏൽപ്പിച്ചെന്നൊക്കെ നീ ജയിക്കും. ചില സമയത്തൊക്കെ ദൈവം ആകാശത്തിൽ നിന്ന് കന്മഴ പെയ്പ്പിക്കാണ്. ഈ ശത്രുക്കളുടെ മേൽ കന്മഴ വീണ് അവരെ നശിപ്പിക്കുന്നു. അവന്റെ കൂടെ സ്വർഗത്തിന്റെ ഇടപെടല്, ഈ പ്രകൃതി ശത്രുവിനെതിരെ പ്രവർത്തിക്കുന്ന ഇടപെടലുകള്. അപ്പം തന്നെ നമ്മള് ജോഷുവയുടെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ 13-ാം വചനം വായിക്കുന്നുണ്ട്. ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഇരുട്ടാകാൻ പോവാ. അവിടെ ജോഷുവ പറയാ, സൂര്യ നീ അവിടെ നിൽക്ക്. അഷ്കലോനില് സൂര്യനെ നിർത്തി. അമോര്യരെ കീഴടക്കാൻ വേണ്ടി ചന്ദ്ര നീ അവിടെ നിൽക്ക്. പ്രകാശം പരത്തുന്ന സൂര്യന്റെ സാന്നിധ്യത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഇരുട്ടാകാതെ പ്രകൃതിയെ പോലും പിടിച്ചു നിർത്താനുള്ള വലിയ അധികാരവും ശക്തിയും ഈ ജോഷുവയ്ക്ക് നമ്മുടെ കർത്താവ് കൊടുക്കുക. നോർത്തോക്കിയ മക്കളെ, ഇടയ്ക്ക് ആയിപ്പട്ടത്തിന് മുമ്പില് തോൽക്കുന്നുണ്ട് ജോഷുവയുടെ സൈന്യം. എന്തുകൊണ്ടാ? ആഖാന്റെ പാപം നമുക്കറിയാം. പാപം ചെയ്തപ്പോ ദൈവം പറഞ്ഞത്, നിഷിദ്ധ വസ്തു കൈവശപ്പെടുത്തി, കൽപ്പന ലംഘിച്ചു, അതുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാവില്ല. അപ്പൊ തന്നെ ജോഷുവ കണ്ടുപിടിച്ചു, പരിഹരിച്ചു, തിരുത്തി. ആ ആഖാനെയും കുടുംബത്തെയും വസ്തുക്കളെയും നശിപ്പിച്ചു. അങ്ങനെ ആ ദൈവത്തെ കൂടെ നിർത്താൻ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോ ഈ ജോഷുവയുടെ ജീവിതത്തിലും ജോഷുവയിലൂടെ ഇസ്രായേൽ ജനത്തിനിടയിലും ദൈവത്തിന്റെ സാന്നിധ്യം അതിശക്തമായിട്ട് ദൈവം പ്രകടമാക്കി. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി ശത്രുക്കളുണ്ട്, ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്. എല്ലായിടത്തും നമുക്കെന്നറിയാം പല പ്രശ്നങ്ങളാ.
ശത്രു അതിപ്രബലമായിട്ട് വരുമ്പോ ശത്രുവിനെതിരെ കർത്താവ് ഇതുപോലെ ഇടപെടും. കന്മന ഭക്ഷിക്കുന്ന, ഇടപെടുന്ന, അവരെ ഏൽപ്പിച്ചു തരുന്ന, ശത്രുവിനെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തരുന്ന വിധം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയം നമുക്ക് ലഭിക്കും. അവിടെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിന് വേണ്ടി നമുക്ക് നിലവിളിക്കാം, കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വലിയ അഭിഷേകമായി, വലിയ ശക്തിയായി, വലിയ വിജയമായി കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വലിയ അഭിഷേകം എന്നറിയട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. യെസ്, ഇന്നിവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ദൈവമക്കൾ, ജനം കണ്ടിടട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം, ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവജനം മാത്രമല്ല, ശത്രുക്കൾ, ലോകം മുഴുവനും കണ്ടിടട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിങ്കിൽ ആരാധന നമുക്ക് ആയിരിക്കാം മക്കളെ. നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക്, അങ്ങയോട് വിശ്വസ്തത പുലർത്തുന്ന മക്കൾക്ക് ഒത്തിരിയേറെ കൃപ നൽകി അങ്ങയുടെ സാന്നിധ്യത്തിൽ അവരെ നയിക്കുന്ന, അവർക്ക് വിജയം നൽകുന്ന, അവർക്ക് വേണ്ടി പോരാടുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവാണല്ലോ അവിടുന്ന്. കർത്താവെ, ഞങ്ങൾ ജോഷിയുടെ ജീവിതത്തിൽ കണ്ടു. അങ്ങ് പറഞ്ഞില്ലേ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളോടും അങ്ങ് പറയുന്ന വലിയ വാഗ്ദാനമാണല്ലോ ഈ വലിയ സാന്നിധ്യം, കൂടെയുള്ള വാസം. അതിനാണല്ലോ അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, അതിനാണല്ലോ അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് മാറിയത്. പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. കൽപ്പനകള്, നിയമങ്ങള് ഇടംവല തിരിയാതെ പാലിക്കണം. ഈശോയെ, വന്നുപോയ വീഴ്ചകളുണ്ട്, അകൃത്യങ്ങളുണ്ട്, പാപങ്ങളുണ്ട്. ജോഷിയുടെ ജീവിതത്തിൽ തന്നെ ആകാന്റെ പാപത്തിലൂടെ ഇസ്രായേൽ പാപം ചെയ്തപ്പോ ആ നിഷിദ്ധ വസ്തു എടുത്തു മാറ്റാൻ അങ്ങ് പറഞ്ഞു. അത് മാറ്റിയപ്പോ വീണ്ടും അങ്ങ് അവരുടെ കൂടെ സാന്നിധ്യം നൽകി അവരെ നയിച്ചു, വിജയത്തിലേക്ക് നയിച്ചു. ഞങ്ങൾ കണ്ടു കർത്താവെ, അങ്ങ് ആ ജനത്തിന് വേണ്ടി പോരാടി, ശത്രുക്കളെ അങ്ങ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കന്മഴ പെയ്ച്ച് ശത്രുവിനെ അങ്ങ് തന്നെ തകർത്തു. സൂര്യനെ പോലും പിടിച്ചു നിർത്തുമാറ് ജോഷുവയിലൂടെ അങ്ങ് ശക്തി പ്രകടമാക്കി. കർത്താവെ, ആ വലിയ ശക്തി ഇന്ന് ഞങ്ങളിലും, ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ മക്കളിലും, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലും, ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിലും അങ്ങ് പ്രകടമാക്കണം. തിന്മ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. മദ്യം, ലഹരി, കൂട്ടുകെട്ട്, മാധ്യമങ്ങൾ, ആഭിചാരങ്ങൾ, മന്ത്രവാദ ശക്തികൾ, ഹലാല്, വശീകരണ യന്ത്രങ്ങൾ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ജോഷിയുടെ കാലത്തെന്ന പോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബങ്ങളില്, അവസ്ഥകളിലൊക്കെ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണം. കർത്താവേ, മക്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ തടസ്സങ്ങള്, എല്ലാ ശത്രുക്കള്, എല്ലാ പൈശാചിക ശക്തികള് അങ്ങ് തകർത്തെറിയണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് യുദ്ധമേറ്റെടുത്ത് വിജയിപ്പിക്കണം. ഞങ്ങൾക്കെല്ലാം അനുകൂലമാക്കി തരണം. കർത്താവേ, ഞങ്ങൾ മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് കണ്ണുനീരോടെ അങ്ങേക്ക് തിരിയാനും അങ്ങയുടെ വചനത്തിൽ ജീവിക്കാനും ഇടയാകട്ടെ. അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ അങ്ങേക്ക് തിരിച്ചു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ഇടപെടൽ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ, ജോഷിയുടെ കൂടെ എന്ന പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ.
കർത്താവിന്റെ കൽപ്പനകളും വചനങ്ങളും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലുമൊക്കെ നിറവേറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, കർത്താവിന്റെ ഈ വലിയ അഭിഷേകം, ഈ ശക്തി നമുക്ക് എന്നത്തെക്കാളുമേറെ വേണ്ട ഒരു കാലഘട്ടമാണ് മക്കളെ. അത്രമാത്രം ശത്രു തിന്മകൾ ഏറിയിരിക്കുന്നു. മൊബൈലിന്റെ പൈശാചിക പിടികൾ നമ്മുടെ മക്കളെ പിടിച്ച് അമർത്തി ബന്ധിച്ചിട്ടിരിക്കുന്നു. കർത്താവേ, അങ്ങേക്കല്ലാതെ മോചിപ്പിക്കാൻ പറ്റില്ല. ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്ത കർത്താവേ, കന്മഴ പെയ്ച്ച കർത്താവേ, അവരെ ശത്രുക്കളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, ഞങ്ങൾക്കും ഈ വലിയ അഭിഷേകം നൽകണമേ. വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നിയോഗങ്ങള് എല്ലാം കർത്താവിലേക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ അതിശക്തമായ ഇടപെടലിന് വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കാം. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ നാമത്തിന്റെ സാന്നിധ്യ ശക്തി, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ കരബലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും അങ്ങ് അനുഭവേദ്യമാക്കി തരണമേ. കെട്ടുകൾ പൊട്ടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വലിയ വിടുതൽ, വലിയ സ്വാതന്ത്ര്യം, വലിയ വിമോചനം, വലിയ സൗഖ്യം എല്ലാ മക്കളും പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, അങ്ങയുടെ ആശീർവാദത്തിന്റെ ഈ സമയം, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി എല്ലാ മക്കൾക്കും അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം അങ്ങയുടെ ആശീർവാദത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.